ചോദ്യപേപ്പർ ചോർന്നെന്നത് വ്യാജ പ്രചാരണമെന്ന് CBSE. വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ആശങ്കയുയർത്താനായി കെട്ടിച്ചമച്ച അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. ഇതിന് പിന്നിലുള്ളവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. 10-12 ക്ലാസുകളിലെ പരീക്ഷ നിശ്ചയിച്ച പ്രകാരം ഏപ്രിൽ 4 വരെ തുടരുമെന്നും CBSE വ്യക്തമാക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകാനായി അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ്, ഇത്തരത്തിലൊരു ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് CBSE പറയുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചോർച്ച നടന്നിട്ടില്ല എന്നത് വ്യക്തമാക്കാനായി CBSE ചൂണ്ടിക്കാണിക്കുന്നത്? രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഭാഗത്തു നിന്ന് മറ്റു തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ടല്ലോ. അതെ, വലിയ ആശങ്ക രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം ഉണ്ട്. 44 ലക്ഷം വിദ്യാർത്ഥികളാണ് രാജ്യത്തെ 8000-ഓളം സ്കൂളുകളിൽ ക്രമീകരിച്ചിട്ടുള്ള പരീക്ഷാ ഹാളിൽ കയറി കഴിഞ്ഞ ദിവസം ഫെബ്രുവരി 15 മുതൽ പരീക്ഷ എഴുതി തുടങ്ങിയത് 10ാം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും വിദ്യാർത്ഥികൾ. ഈ പ്രധാനപ്പെട്ട പരീക്ഷയായതുകൊണ്ട് തന്നെ അതിന്റെ ചോദ്യപേപ്പർ ചോർന്നു എന്ന പലതരത്തിലുള്ള റൂമേഴ്സ് പ്രചരിച്ചു തുടങ്ങിയത് മുതൽ വിദ്യാർത്ഥികൾ ആശങ്കയിലാണ്. രക്ഷിതാക്കൾ ഈ പരീക്ഷ റദ്ദു ചെയ്യുന്നു, അതല്ല പരീക്ഷയുടെ മാർക്ക് സംബന്ധിച്ചെല്ലാം വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സോഷ്യൽ മീഡിയ വഴി, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഒപ്പം തന്നെ യൂട്യൂബ് തുടങ്ങിയ വഴിയെല്ലാം പല രീതിയിൽ വ്യാജമായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്നാണ് CBSE ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അതായത് പരീക്ഷാ പേപ്പർ ചോർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ചോദ്യപേപ്പറിന്റെ ചിത്രങ്ങളെല്ലാം പല തരത്തിൽ പ്രചരിപ്പിക്കുന്നു. ഇതെന്നാൽ സമ്പൂർണ്ണമായ വ്യാജമാണ്. യാതൊരു തരത്തിലും ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല. എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയാണ് പരീക്ഷാ നടപടികൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ ഏപ്രിൽ 4 വരെ പരീക്ഷ തുടരും എന്നും ഒപ്പം തന്നെ ഇങ്ങനെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആളുകളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും CBSE പറയുന്നുണ്ട്. ഒപ്പം തന്നെ CBSE ഇതുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കത്ത് മുഴുവൻ സ്കൂൾ പ്രിൻസിപ്പൽമാർക്കും അയച്ചു നൽകിയിട്ടുമുണ്ട്.